ഹലോ, ഇന്ന് ഞങ്ങളുടെ ശ്രീനഗറിലെ സൺഡേ ഔട്ടിങ്ങിന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഇപ്പം ഞങ്ങൾ ഡൽ ലേക്കിലെ ഒരു കുഞ്ഞ് ഐലൻഡ് ആയിട്ടുള്ള ചാർചിനാറിലോട്ടാണ് പോകുന്നത്. നമ്മുടെ ഹസ്രത്ത് ബൽ മസ്ജിദിന്റെ അടുത്തുനിന്ന് നമുക്ക് ഇതിലോട്ട് പോകാൻ ഒരുപാട് ബോട്ടുകളൊക്കെ കാണാം. നമുക്ക് വേണമെങ്കിൽ ഷിക്കാരയിലും പോകാം, അതല്ലെങ്കിൽ ഇതുപോലെ ഷെയർ ബോട്ടുകളിലും പോകാം. ഇതിന് ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഡൽ ലേക്കിലൂടെ ഇങ്ങനെ ഈ ബോട്ടിൽ പോകാൻ അടിപൊളിയാണ് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ടാവും ഇവിടെ തന്നെയുള്ള ആൾക്കാരാണ് ഇതിൽ കൂടുതലും. അങ്ങനെ ഞങ്ങൾ ഇതേ ചാർചിനാറിലോട്ട് എത്തി. ഡൽ ലേക്കിലൂടെ ഷിക്കാരകളും തോണികളും എല്ലാം പോണത് നോക്കി ഞങ്ങൾ അവിടെ കുറച്ചു നേരം ഇരുന്നു. അതിനുശേഷം ഇവിടുന്ന് 60 രൂപയുടെ ഒരു പ്ലേറ്റ് വാട്ടർമെലനും കഴിച്ചു. ഐസ്ക്രീമും സ്നാക്സും കൂൾ ഡ്രിങ്ക്സും ഒക്കെ കിട്ടുന്ന ഒരു 2 ഷോപ്പ് മാത്രമേ ഇതിന്റെ ഉള്ളിലുള്ളൂ. പണ്ട് കാലത്ത് ഔറംഗസീബിന്റെ ബ്രദർ ആയിട്ടുള്ള മുറാദ് ബക്ഷ് എന്ന് പറയുന്ന ആളാണ് ഈ ഐലൻഡ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. ഇതൊരു ചെറിയ സ്ക്വയർ ആകൃതിയിലുള്ള ഒരു ഐലൻഡ് ആണ്. ഇതിന്റെ 4 കോർണറിലും ഓരോ ചിനാർ മരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ചാർചിനാർ എന്ന് പേര് വന്നത്. ഇതൊക്കെ അവിടെയുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു തന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതേ ബോട്ടിൽ തന്നെ തിരിച്ചു പോന്നു. അതിനുശേഷം ഞങ്ങൾ ഇവിടുത്തെ വേറൊരു ഫേമസ് ഡിഷ് ആയിട്ടുള്ള വാൾനട്ട് ഫഡ്ജ് കഴിക്കാൻ പോയി. മൂൺലൈറ്റ് എന്നാണ് ഈ ഷോപ്പിന്റെ പേര്. ആദ്യം ഞങ്ങൾ അതിന്റെ കഫേയിൽ പോയി, എന്നിട്ട് ഒരു പീസ് ഐസ്ക്രീമിന്റെ കൂടെ കഴിച്ചു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഷോപ്പിലോട്ട് പോയി. അവിടെ പോയപ്പോൾ ഒരുപാട് വാൾനട്ട് ഫഡ്ജുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 1155 രൂപയാണ് ഇതിന്റെ 1 കിലോക്ക് റേറ്റ് വരുന്നത്. ഒരു പീസായിട്ടും കിട്ടും, അതിന് 75 രൂപയാണ് റേറ്റ്. അവിടെ ഒരുപാട് ഇങ്ങനെ ഗിഫ്റ്റ് ബോക്സുകൾ ആക്കിയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഓർഡർ കൊടുക്കണം. അങ്ങനെ ഞങ്ങളും 2 പീസ് അവിടുന്ന് പാർസലാക്കിയിട്ട് വാങ്ങിച്ചു പോന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് സൺഡേ മാർക്കറ്റിലും വെറുതെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ്, ഹോം ഡെക്കേഴ്സ്, ചെരുപ്പ്, ഡ്രസ്സ്, അങ്ങനെ വേണ്ട എല്ലാം അവിടെ റേറ്റ് കുറവിന് കിട്ടും. ഈ റോഡ് സൈഡിൽ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഈ മാർക്കറ്റ്. ആളുകളും വണ്ടികളൊക്കെ ആയിട്ട് അവിടെ ഫുൾ തിരക്കാണ്. കുറച്ചു നേരമൊക്കെ അവിടെ നിന്ന ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു.